എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭൂമിയിൽ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ, ജനന സമയം മുതൽ, നമ്മുടെ നിഴൽ പോലെ നമ്മളെ കാത്തു സൂക്ഷിക്കാൻ പ്രകൃതി തന്നെ നിയോഗിച്ചിട്ടുള്ള ചിലരുണ്ട്. അത് മനുഷ്യരല്ല, മൃഗങ്ങളാണ്. 27 നക്ഷത്രക്കാർക്കും അവരവരുടെ ജീവശ്വാസം പോലെ ചേർന്ന് നിൽക്കുന്ന ഓരോ രക്ഷാമൃഗങ്ങളുണ്ട്. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും വളരെ അപ്രതീക്ഷിതമായി ഏതെങ്കിലും ഒരു മൃഗം മുൻപിൽ വന്ന് പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മൃഗത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആശ്വാസം തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചോളൂ, അത് നിങ്ങളുടെ രക്ഷകനാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ രക്ഷകരായ മൃഗങ്ങൾ ഏതൊക്കെയാണെന്നും അവർ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്നും വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. അങ്ങനെ എന്തെങ്കിലും അനുഭവമുള്ളവർ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അശ്വതി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം കുതിരയാണ്. കുതിര വേഗതയുടെയും ശക്തിയുടെയും പ്രതീകമാണ്. അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. ഒരിടത്തും കെട്ടിക്കിടക്കാൻ ഇഷ്ടപ്പെടാത്തവരാണിവർ. നിങ്ങൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളാണെങ്കിൽ എപ്പോഴെങ്കിലും യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് ഇറങ്ങുമ്പോഴോ അപ്രതീക്ഷിതമായി ഒരു കുതിരയെ കാണുകയാണെങ്കിൽ വിശ്വസിച്ചോളൂ, നിങ്ങൾ ഇറങ്ങിത്തിരിച്ച കാര്യം വിജയിക്കും. അതൊരു നിമിത്തമാണ്. പ്രകൃതി നിങ്ങൾക്ക് നൽകുന്ന സൂചനയാണിത്. നിങ്ങൾ വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ട് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് കുതിരയുടെ രൂപം അല്ലെങ്കിൽ കുതിരയെ കാണുന്നതെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങൾ വീട്ടിൽ കുതിരയുടെ ചിത്രം വയ്ക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യം കൊണ്ടുവരും. ഭരണി നക്ഷത്രത്തിന്റെ സുരക്ഷാമൃഗം സാക്ഷാൽ ഗജവീരനായ ആനയാണ്. ആന എന്ന് പറഞ്ഞാൽ തന്നെ ഗാംഭീര്യമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ ആനകളെ വലിയ ഇഷ്ടമായിരിക്കും. ആനയെ കാണുമ്പോൾ തന്നെ ഇവരുടെ മനസ്സിൽ ഒരു ധൈര്യം വരും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുവെങ്കിൽ അല്ലെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവമുണ്ടെങ്കിൽ ആ സമയത്ത് ആനയെ കാണുന്നത് സാക്ഷാൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹമായി കണക്കാക്കാം. ആന കാട്ടിലൂടെ സ്വൈരവിഹാരം നടത്തുന്നത് പോലെ നിങ്ങളും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും തട്ടിമാറ്റി മുന്നോട്ടു പോകാനുള്ള ഊർജം നേടും ഈ നക്ഷത്രക്കാർ. ആനയെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആനയെക്കുറിച്ച് മോശം പറയാനോ പാടില്ല. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. ആനയെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് വലിയ ഭാഗ്യം കൊണ്ടുവരും. കാർത്തിക നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം ആടാണ്. വളരെ നിഷ്കളങ്കമായ ഒരു മൃഗമാണ് ആട്. അതുപോലെ തന്നെ ഇവർക്ക് ആട്കളോട് വലിയ സ്നേഹമായിരിക്കും. പലപ്പോഴും കാർത്തിക നക്ഷത്രക്കാരുടെ വീട്ടിൽ ആടിനെ വളർത്താറുണ്ട്. അത് വെറുതെയല്ല. ആ വീട്ടിലേക്ക് വരാൻ പോകുന്ന ദോഷങ്ങളെ അല്ലെങ്കിൽ വീട്ടിലെ അംഗങ്ങൾക്ക് വരാൻ പോകുന്ന രോഗങ്ങളെ ആട് ഏറ്റെടുക്കും എന്നാണ് വിശ്വാസം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ നക്ഷത്രക്കാരുടെ വീട്ടിൽ വളർത്തുന്ന ആടുകൾക്ക് പെട്ടെന്ന് അസുഖം വരാറുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അവ ചത്തുപോകാറുണ്ട്. അതാ വീട്ടിൽക്കാർക്ക് വരേണ്ട വലിയ ആപത്തുകൾ ആ മിണ്ടാപ്രാണി ഏറ്റെടുത്തതുകൊണ്ടാണ്. ആടിന്റെ കരച്ചിൽ കേൾക്കുന്നത് പോലും ഇവർക്ക് ചിലപ്പോൾ ഒരു മുന്നറിയിപ്പായി മാറാറുണ്ട്. രോഹിണി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം പാമ്പാണ്. പാമ്പ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ്. എന്നാൽ രോഹിണി നക്ഷത്രക്കാർക്ക് പേടി കുറവായിരിക്കും. അല്ലെങ്കിൽ പാമ്പുകൾ ഇവരെ ഉപദ്രവിക്കാൻ മടിക്കും. നിങ്ങളുടെ മുൻപിൽ അടിക്കടി പാമ്പ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാമ്പിനെ സ്വപ്നം കാണുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളുണ്ടെന്നും അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്കെതിരെ ചതിക്കുഴി ഒരുക്കിയിരിക്കുന്നു എന്നും അത് സൂചിപ്പിക്കുന്നു. നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരാണ് രോഹിണി നക്ഷത്രക്കാർ. പാമ്പിനെ കാണുമ്പോൾ അതിനെ ഉപദ്രവിക്കാതെ മാറിപ്പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. സർപ്പക്കാവുകളിൽ വിളക്ക് വെക്കുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് വലിയ ഐശ്വര്യം നൽകും. മകയിരം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം പാമ്പ് തന്നെയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇവർക്കും ബാധകമാകുന്നത്. സർപ്പഭയം ഇവർക്കുണ്ടാകാൻ പാടില്ല. സർപ്പങ്ങളെ ഉപദ്രവിക്കുന്നത് ഇവർക്ക് വലിയ ദോഷം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായി തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറാൻ പാമ്പിനെ കാണുന്നത് നല്ലൊരു ലക്ഷണമായി കണക്കാക്കാം. പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറി പുതിയ ജീവിതം നിങ്ങൾക്ക് ലഭിക്കും എന്നതിൻ്റെ സൂചനയാണിത്. തിരുവാതിര നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം നായയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ സ്നേഹിതൻ. തിരുവാതിര നക്ഷത്രക്കാർക്ക് നായയോട് വല്ലാത്തൊരു ആത്മബന്ധമുണ്ടായിരിക്കും. സാക്ഷാൽ പരമശിവന്റെ അവതാരമായ ഭൈരവന്റെ വാഹനമാണ് നായ. അതുകൊണ്ട് തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് നായയുടെ സംരക്ഷണം എപ്പോഴും ഉണ്ടാകും. നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോകുമ്പോഴും
അല്ലെങ്കിൽ ഭയന്ന് നിൽക്കുമ്പോഴോ ഒരു നായ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സംരക്ഷിക്കാനെന്ന് കരുതിക്കൊള്ളൂ. നിങ്ങൾ വളർത്തുന്ന നായ അല്ലെങ്കിൽ പോലും വഴിയിലുള്ള തെരുവു നായ്ക്കൾ പോലും നിങ്ങളോട് സ്നേഹം കാണിക്കും. തിരുവാതിര നക്ഷത്രക്കാർ നായയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ശനിദോഷം മാറാനും ജീവിതത്തിൽ ഐശ്വര്യം വരാനും വളരെ നല്ലതാണ്. നായയെ ഉപദ്രവിക്കുന്നത് ഇവർക്ക് മഹാപാപമായി മാറുന്നു. പുണർത്തം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം പൂച്ചയാണ്. പൂച്ച എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ പ്രതീകമായാണ് ചിലയിടങ്ങളിൽ കണക്കാക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ വീട്ടിൽ പൂച്ച വന്നു കയറുന്നത് ഐശ്വര്യമാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ നക്ഷത്രക്കാർക്ക് പൂച്ചകളോട് വല്ലാത്തൊരിഷ്ടമായിരിക്കും. പൂച്ചകളെ കാണുമ്പോൾ തന്നെ ഇവരുടെ മനസ്സ് നിറയും. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പൂച്ച വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വരുന്നത് ഭാഗ്യമാണ്. പുണർത്തം നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും ആപത്ത് വരാൻ പോവുകയാണെങ്കിൽ വീട്ടിലെ പൂച്ച അസ്വസ്ഥരാകുന്നത് കാണാം. അവ നിങ്ങളെ വിട്ടുപോകാതെ കാവൽ നിൽക്കുമ്പോൾ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പുണർത്തം നക്ഷത്രക്കാർക്ക് ധനലാഭമുണ്ടാക്കാൻ സഹായിക്കും. പൂയം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം ആടാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെ ആടുകൾ പൂയം നക്ഷത്രക്കാർക്കും വലിയ ഭാഗ്യമാണ് കൊണ്ടുവരുന്നത്. പൂയം നക്ഷത്രക്കാർ ആടിനെ ദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ ആടിന് ഭക്ഷണം കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിലെ കറുത്ത നിഴലുകളെ മാറ്റി വെളിച്ചം കൊണ്ടുവരാൻ സഹായിക്കും. ആടിന്റെ സാമീപ്യം ഇവർക്ക് പോസിറ്റീവ് എനർജി നൽകും. ആയില്യം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം പൂച്ചയാണ്. പുണർതം നക്ഷത്രക്കാരെ പോലെ തന്നെ ആയില്യം നക്ഷത്രക്കാർക്കും പൂച്ചകൾ വലിയ ഭാഗ്യമാണ് കൊണ്ടുവരുന്നത്. ആയില്യം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പാമ്പിനെയാണ് ഓർക്കുക. എങ്കിലും ഇവരുടെ രക്ഷാമൃഗം പൂച്ചയാണ്. പൂച്ചകൾ ഇവരുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സ്നേഹം കാണിക്കാറുണ്ട്. പൂച്ചയുടെ കഴന്ന് തിളങ്ങുന്നത് പോലെ ഇവരുടെ ജീവിതവും തിളങ്ങാൻ പൂച്ചകളുടെ സാമീപ്യം സഹായിക്കും. മകം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എലിയാണ്. എലി എന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിക്കാൻ വരട്ടെ. സാക്ഷാൽ ഗണപതി ഭഗവാന്റെ വാഹനമാണ് എലി. മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എലികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അസാധാരണമായി എലികളെ കാണുന്നുണ്ടെങ്കിൽ അത് ചില സൂചനകളാണ്. എന്തോ ഒരു തടസ്സം വരാൻ പോകുന്നു എന്നതിൻ്റെ മുന്നറിയിപ്പാണിത്. എലികളെ ഉപദ്രവിക്കുന്നത് മകം നക്ഷത്രക്കാർക്ക് ദോഷം ചെയ്യും. ഗണപതി പ്രീതി വരുത്തുന്നത് ഇവർക്ക് നല്ലതാണ്. നിങ്ങളുടെ ബുദ്ധിശക്തിയും സാമർഥ്യവും വർദ്ധിപ്പിക്കാൻ ഈ രക്ഷാമൃഗത്തിന്റെ സാന്നിധ്യം സഹായിക്കും. പൂരം നക്ഷത്രക്കാരുടെയും രക്ഷാമൃഗം എലി തന്നെയാണ്. മകം നക്ഷത്രക്കാർക്ക് പറഞ്ഞ കാര്യങ്ങൾ ഇവർക്കും ബാധകമാണ്. ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ ശ്രദ്ധ കൊടുക്കേണ്ടവരാണ് പൂരം നക്ഷത്രക്കാർ. എലികൾ എങ്ങനെയാണോ മാളങ്ങളിൽ ഒളിച്ചൂരുന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്, അതുപോലെ കൂർമ്മ ബുദ്ധിയുള്ളവരായിരിക്കും ഇവർ. ഉത്രം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം പശുവാണ്. ഗോമാതാവ് ഇതിലും വലിയ ഭാഗ്യം വേറെയില്ല. പശുവുള്ള വീട്ടിൽ ഐശ്വര്യം കലയാടും എന്ന് പറയാറില്ലേ? ഉത്രം നക്ഷത്രക്കാർക്ക് പശുവിനെ കാണുന്നത് തന്നെ പുണ്യമാണ്. നിങ്ങൾ എന്തെങ്കിലും ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോൾ മുൻപിൽ ഒരു പശുവിനെ കാണുകയാണെങ്കിൽ ആ കാര്യം 100% വിജയിക്കും. പശുവിനെ പുല്ലും വെള്ളവും കൊടുക്കുന്നത് ഉത്രം നക്ഷത്രക്കാരുടെ തലമുറകൾ വരെ ഗുണം ചെയ്യും. അത്തം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം പോത്താണ്. പോത്ത് കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണ്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നേറുന്നതാണ് അത്തം നക്ഷത്രക്കാർ. നിങ്ങളുടെ വീട്ടുപരിസരത്ത് അസാധാരണമായി പോത്തിനെ കാണുകയാണെങ്കിൽ അത് ശുഭസൂചനയാണ്. നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയൊരു ഭാഗ്യത്തെ അത് സൂചിപ്പിക്കുന്നു. യമധർമ്മന്റെ വാഹനം കൂടിയാണ് പോത്ത്. അതുകൊണ്ട് തന്നെ മരണഭയത്തെ അകറ്റാനും ആയുസ് വർദ്ധിക്കാനും പോത്തിനെ ഉപദ്രവിക്കാതിരിക്കും. ചിത്തിര നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം കടുവയാണ്. ശക്തിയുടെയും അധികാരത്തെയും സൂചിപ്പിക്കുന്നു. അയ്യപ്പസ്വാമിയുടെ വാഹനം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഉള്ളിൽ വലിയൊരു ധൈര്യമുണ്ടായിരിക്കും. കടുവയെപ്പോലെ ഒറ്റയ്ക്ക് പൊരുതാൻ ഇവർക്ക് കഴിയും. കടുവയുടെ ചിത്രം കാണുന്നതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്നതും ഇവർക്ക് ആത്മവിശ്വാസം നൽകും. ശത്രുക്കളെ ജയിക്കാൻ കടുവയുടെ ശക്തി ഇവർക്ക് ലഭിക്കും. ചോതി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം പോത്താണ്. അത്തം നക്ഷത്രക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെ ചോതി നക്ഷത്രക്കാർക്കും പോത്ത് ഭാഗ്യമാണ്. കഠിനാധ്വാനം ചെയ്താൽ ഇവർക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. വിശാഖം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം കടുവയാണ്. ചിത്തിര നക്ഷത്രക്കാരെ പോലെ തന്നെ വലിയ ഇച്ഛാശക്തിയുള്ളവരാണ് വിശാഖം നക്ഷത്രക്കാർ. കടുവയെപ്പോലെ ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ ഇവർക്ക് കഴിയും. ആരെയും കൂസാത്തവരായിരിക്കും ഇവർ.
അനിഴം. അനിഴം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം മാനാണ്. മാൻ എന്ന് പറയുമ്പോൾ തന്നെ സൗന്ദര്യവും വേഗതയുമൊക്കെയാണ് ഓർമ്മ വരിക. അനിഴം നക്ഷത്രക്കാർ പൊതുവെ ശാന്തശീലരായിരിക്കും. മാനിനെ പോലെ ഓടി നടക്കാൻ ഇവർക്കിഷ്ടമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് മാനിനോട് വല്ലാത്തൊരിഷ്ടമായിരിക്കും മാനിനെ കാണുന്നത്. ഇവർക്ക് മനസ്സിന് സമാധാനം നൽകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് അനിഴം നക്ഷത്രക്കാരെങ്കിൽ മാനിന്റെ ചിത്രം മുറിയിൽ വയ്ക്കുന്നത് നല്ലതാണ്. തൃക്കേട്ട. തൃക്കേട്ട നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം മാൻ തന്നെയാണ്. അനിഴം നക്ഷത്രക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർക്കും മാൻ ഭാഗ്യമാണ്. വേഗതയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇവർക്ക് കഴിയും. മൂലം. മൂലം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം നായയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെ നായകൾ മൂലം നക്ഷത്രക്കാരുടെയും കാവൽക്കാരാണ്. മൂലം നക്ഷത്രക്കാർ നായയെ വളർത്തുന്നത് ആ വീടിന് ഐശ്വര്യം കൊണ്ടുവരും. പലപ്പോഴും ഈ നക്ഷത്രക്കാർക്ക് നേരെ വരുന്ന ശത്രുദോഷങ്ങളെയും ദൃഷ്ടിദോഷങ്ങളെയും ഇല്ലാതാക്കാൻ നായ്ക്കൾക്ക് കഴിയും. നായകൾ കുരക്കുന്നത് പോലും ഇവർക്ക് പലപ്പോഴും അപകട സൂചനയായി മാറാറുണ്ട്. പൂരാടം. പൂരാടം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം കുരങ്ങാണ്. കുരങ്ങ് എന്ന് പറയുമ്പോൾ സാക്ഷാൽ ഹനുമാൻ സ്വാമി ഓർക്കുക. ചഞ്ചലമായ മനസ്സുള്ളവരായിരിക്കും പൂരാടം നക്ഷത്രക്കാർ. കുരങ്ങിനെ പോലെ ഒരിടത്തും അടങ്ങിയിരിക്കില്ല. പെട്ടെന്ന് തീരുമാനമെടുക്കാനും അത് മാറ്റാനും ഇവർക്ക് നടിയില്ല. കുരങ്ങുകളെ കാണുന്നത് ഇവർക്ക് ശുഭസൂചനയാണ്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ബുദ്ധിശക്തിയും തന്ത്രങ്ങളും ഉപയോഗിച്ച് കാര്യങ്ങൾ നേടാൻ ഇവർക്ക് കഴിയും. ഉത്രാടം. ഉത്രാടം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം കീരിയാണ്. കീരി എന്ന് പറയുമ്പോൾ പാമ്പിനെ പോലും തോൽപ്പിക്കാൻ കഴിവുള്ള ജീവിയാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് ശത്രുക്കളെ ജയിക്കാൻ പ്രത്യേക കഴിവുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ കീരിയെ കാണുകയാണെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണ്. ഏതു വലിയ പ്രശ്നത്തെയും കീരി മുറിച്ച് പരിശോധിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും നിങ്ങൾക്ക് കഴിയും. കീരിയെ ഉപദ്രവിക്കരുത്, അത് നിങ്ങളുടെ ഭാഗ്യം കെടുത്തും. തിരുവോണം. തിരുവോണം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം കുരങ്ങാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെ കുരങ്ങുകൾ തിരുവോണം നക്ഷത്രക്കാർക്ക് ഭാഗ്യമാണ്. ജീവിതത്തിൽ പലപ്പോഴും തമാശകളും കളികളുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും നിങ്ങൾ. കുരങ്ങുകളെ കാണുന്നത് ദോഷങ്ങൾ മാറാൻ സഹായിക്കും. വിഷ്ണു ഭഗവാന്റെ നക്ഷത്രമായ തിരുവോണക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും കുരങ്ങിലൂടെ ലഭിക്കും. അവിട്ടം. അവിട്ടം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം സിംഹമാണ്. കാട്ടിലെ രാജാവ്. അവിട്ടം നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ ഒരു രാജകീയ പ്രൗഢിയുണ്ടായിരിക്കും. സിംഹത്തെ പോലെ ആത്മവിശ്വാസത്തോടെ ആരുടെയും മുന്നിൽ തലകുനിക്കാൻ ഇവർ ഇഷ്ടപ്പെടില്ല. സിംഹത്തിന്റെ ചിത്രം വീട്ടിൽ വയ്ക്കുന്നത് ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കാൻ സഹായിക്കും. ശത്രുക്കൾ ഇവരെ കണ്ടു ഭയക്കും. സ്വന്തം ഇണയോട് വലിയ സ്നേഹവും കൂറുമുള്ളവരായിരിക്കും അവിട്ടം നക്ഷത്രക്കാർ. ചതയം. ചതയം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം കുതിരയാണ്. അശ്വതി നക്ഷത്രക്കാരെ പോലെ തന്നെ കുതിരകൾ ചതയം നക്ഷത്രക്കാർക്ക് വേഗതയും വിജയവും നൽകും. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ളവരാണ് ചതയം നക്ഷത്രക്കാർ. കുതിരയെപ്പോലെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ ഇവർക്ക് കഴിയും. കുതിരയെ കാണുന്നത് ഇവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ സഹായിക്കും. പൂരുരുട്ടാതി. പൂരുട്ടാതി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം സിംഹമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സിംഹം ശക്തിയുടെ പ്രതീകമാണ്. ജീവിതത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാൻ യോഗമുള്ളവരാണിവർ. സിംഹത്തെ പോലെ ഗർജിക്കാൻ ഇവർക്കറിയാം. അധികാരം കയ്യിൽ വരാൻ സിംഹത്തിന്റെ അനുഗ്രഹം ഇവരെ സഹായിക്കും. ഉത്രട്ടാതി. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം പശുവാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും പശു ഐശ്വര്യമാണ്. ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവരാണിവർ. പശുവിനെ പോലെ ക്ഷമ ഉള്ളവരായിരിക്കും. പശുവിന് ഭക്ഷണം കൊടുക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കും. രേവതി. രേവതി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം ആനയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെ ആനകൾ രേവതി നക്ഷത്രക്കാർക്കും വലിയ ഭാഗ്യമാണ്. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉള്ളവരായിരിക്കും രേവതി നക്ഷത്രക്കാർ. ആനയെ കാണുന്നത് ഇവർക്ക് വിദ്യാലാഭം, ധനലാഭം എന്നിവ ഉണ്ടാക്കും. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും.